എടവണ്ണ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബും നവീകരിച്ച ഓഡിറ്റോറിയവും തുറന്നുകൊടുത്തു. പി.കെ. ബഷീർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവരിക, പോലീസിനെ പുറത്തു നിർത്തുക, ഇങ്ങനൊരു അന്തരീക്ഷം നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ സ്വയം വിലയിരുത്തി. ഇങ്ങനെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ. നന്നായി പഠിക്കണം, നന്നായി പഠിക്കാതെ ഒന്ന് ഗുണോദശിക്കാൻ കഴിയുമോ? ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവരോട് പറയാൻ പറ്റുമോ? ഇവരെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ കാറിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരുണ്ടാവും, വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരവേക്കും. ഞാൻ ഡ്രൈവറോട് ഒന്നും കൊണ്ടുണ്ടോ ഏത് ലെവലിലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഏത് ലെവലിലാണ് നമുക്ക് പറയാൻ പറ്റൂല, ഒരു ലെവലിലും പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ മാറില്ല. ടീച്ചിങ് ആണ് ഇപ്പോൾ നല്ലൊരുമല്ല. അല്ലാതെ നമ്മളൊക്കെ പഠിച്ച അധ്യാപകരായി ഒക്കെ വന്ന് ഒരുപാട് മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുന്നു. സ്ഥാപനം ഉണ്ടാക്കുന്നത് എന്തിനാ? നല്ലൊരു വിദ്യാഭ്യാസം, നല്ല പൗരബോധമുള്ള സംസ്കാരമുള്ള ഒരു പൗരനായി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇന്ന് അതിന്നൊക്കെ മാറി. 8ാം ക്ലാസ് 10ാം ക്ലാസ് ഇതൊക്കെ ആ താമരശ്ശേരി വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയാൽ, അതിൻ്റെ മെറിറ്റിലേക്ക് പോയാലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കുട്ടികൾക്ക് പിന്നെ അവനാൻ്റെ നിയമം അറിയാം. ഓരോ കേസ് പെട്ടാൽ മറ്റും പറഞ്ഞിട്ടില്ലേ, എന്തായാലും പരീക്ഷ എഴുതാൻ വേണ്ടി കണ്ട് കൊണ്ടുവന്നോളൂ, അതിന് പ്രൊട്ടക്ഷൻ കിട്ടും. എന്ത് ചെയ്താലും, കൊലപാതകം ചെയ്താലും പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഒരുത്തനെ കോപ്പി അടിച്ചാൽ 3 കൊല്ലത്തിന് ഡിബാറാ. 3 കൊല്ലത്തിന് ഡിബാറാ. ഒരുത്തനെ കൊന്നിട്ട് ഒരു കുട്ടിയെ കൊന്നാല് പിന്നെ 5ാം ദിവസം ഓരോ കോടതി പറയാണ് ഒരു പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. ഏത് നിയമമാണെന്നൊക്കെ മാറ്റം കണ്ടു. അതിപ്പോ എന്നെ പോലുള്ള ജനപ്രതിനിധികൾ ഇത് നിയമനിർമ്മാണ സഭയിൽ പറഞ്ഞതിനൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ചടങ്ങിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി. ലജ്നത്തുൽ ഇസ്ലാഹ് പ്രസിഡന്റ് ഒ ഖാലിദ് ഹാജി, സെക്രട്ടറി ഇ അബ്ദുസമദ്, സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ്, ഹെഡ്മാസ്റ്റർ എം പി അബ്ദുൽ അസീസ്, PTA പ്രസിഡന്റ് ചെമ്മല മെഹബൂബ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ അബ്ദുൽ നാസർ, AP ജൌഹർ സാദത്ത്, സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ, CT ജമാൽ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.